കപ്പൽ യാത്രക്കിടെ കാണാതായ കുണ്ടറ സ്വദേശി അഭിനന്ദിനായുള്ള അന്വേഷണം ആരംഭിച്ച് CBI. ഹൈക്കോടതി ഉത്തരവിനെ തുടർന്നാണ് CBI അന്വേഷണം ഏറ്റെടുത്തത്. ഈജിപ്തിൽ നിന്ന് ജിദ്ദയിലേക്കുള്ള യാത്രക്കിടെ 2017 മാർച്ച് 22-നാണ് അഭിനന്ദിനെ കാണാതായത്. കപ്പലിലെ ജീവനക്കാരിൽ നിന്ന് മകന് ഭീഷണിയുണ്ടായിരുന്നു എന്ന് അമ്മ പറഞ്ഞു. മോൻ വിളിച്ച് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ കൂടെ പോയ ആഷിഖെന്ന് പറഞ്ഞ ആ പയ്യനുമായിട്ട് മോൻ ഇതാണെന്ന് പറഞ്ഞ ഒരു പിണക്കമാണ് എന്ന് പറഞ്ഞ. ഇപ്പം എനിക്ക് നല്ല ഒരു 99% ആഷിക്കറിയാതെ എൻ്റെ മോനൊന്നും സംഭവിച്ചിട്ടില്ലെന്നുള്ളതാണ്. അത് എൻ്റെ മനസ്സിലിരുന്ന് വിങ്ങുന്നൊരു സത്യമാണത്. 8 വർഷമായിട്ടും മോൻ്റെ ഒരു കാര്യങ്ങളും അറിയാൻ പറ്റുന്നില്ല. എൻ്റെ മോൻ എന്താണ് പറ്റിയതെന്നുള്ള ഒരു ഭാഗത്തുനിന്ന് എനിക്ക് ഒരു അറിവും കിട്ടിയിട്ടില്ല. മോൻ്റെ മൊബൈൽ ഫോണും ഡയറി എല്ലാം കൊണ്ടുപോയി സൈബർ സെല്ലിൽ അന്വേഷിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഭാഗത്തുനിന്നൊന്നും ഒന്നും കിട്ടിയിട്ടില്ല. അതിലെന്തെങ്കിലും ഒന്ന് കിട്ടണം. ഇനിയെങ്കിലും ഞാൻ മരിക്കുന്നതിന് മുമ്പെങ്കിലും എൻ്റെ മോനെക്കുറിച്ച് ഒരു അറിവ് എനിക്ക് കിട്ടണം. അവസാനമായിട്ട് അവൻ എന്നെയാണ് കോൾ ചെയ്യുന്നത്. രാത്രി ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ആ സമയത്ത് കോൾ ചെയ്ത്, ആ സമയത്ത് അവൻ അവിടെ ഒരു ലാൻഡ് പ്ലേസിലായിട്ട് തന്നെ, ഷിപ്പിലല്ല ഉണ്ടായിരുന്നത്. അന്നേരം സംസാരിക്കുന്നത് കുറച്ച് വിഷമത്തിലാണ്. കൂടെ ഉള്ള ആരും അവനോട് ഒരുമാതിരി പെരുമാറുന്നു, അവനെ വിഷമിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചെറിയ മുറിവുണ്ട്, അതിങ്ങനെ ഹൈഡ് ചെയ്ത് ഉണ്ടായിരുന്ന എല്ലാ ഡ്രസ്സുകളൊന്നും ആ ലഗേജിലുണ്ടായിരുന്നില്ല. ചിലത് മിസ്സിങ് ഉണ്ടായിരുന്നു. ഡെയിലി ഡയറി എഴുതുന്നൊരു സ്വഭാവമുണ്ട്. ആ ഡയറിക്കകത്ത് പല പേജുകളും മിസ്സിങ് ആയിരുന്നു. അതായത് വലിച്ചു കയറിയ രീതിയിലുണ്ടായിരുന്നു. അവൻ്റെ ഫോൺ ഇവിടെ കൊണ്ടുവന്ന് നമുക്കതിൻ്റെ ഡീറ്റെയിൽസ് പോലും കിട്ടിയിട്ടില്ല കറക്റ്റായിട്ട്. ആ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഷമീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഷമീർ, വളരെ സങ്കടകരമാണല്ലോ, അമ്മയും സഹോദരിയാണെന്ന് തോന്നുന്നു അവർ സംസാരിക്കുന്നതിൻ്റെ കേൾക്കുമ്പോൾ വലിയ വിഷമമുള്ളൊരു കാര്യമാണല്ലോ. അത് എന്തുകൊണ്ടാണ് ഇത്രയും വർഷങ്ങളായിട്ട് വിവരമൊന്നുമില്ലാത്തത്? ഈ കപ്പൽ കമ്പനിയൊന്നും എന്താണ് സംഭവിച്ചതെന്ന് സംബന്ധിച്ച് വിവരങ്ങളൊന്നും നൽകിയില്ലേ കുടുംബത്തിന്? തീർച്ചയായിട്ടും ഒരു അമ്മ നടത്തിയ പോരാട്ടമാണ് സനീഷ് ഇപ്പോൾ അത് CBI അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുന്നത്. 2017 മാർച്ച് 22-നാണ് ഫ്രഞ്ച് കപ്പലിൽ നിന്നും, ഷാർജ ആസ്ഥാനമാക്കിയിരിക്കുന്ന ഒരു ഫ്രഞ്ച് കപ്പലിൽ നിന്നും കപ്പലിലെ ജീവനക്കാരനായ ഈ അഭിനന്ദിനെ കാണാതാകുന്നത്. ഈ കപ്പൽ ഏതാണ്ട് തുർക്കിയിൽ നിന്ന് പുറപ്പെട്ട് ഈജിപ്തിലെത്തുകയും ഈജിപ്തിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് സഞ്ചരിക്കും വഴിയാണ് ഇത്തരത്തിൽ കപ്പലിനുള്ളിൽ ഉണ്ടായിരുന്ന ഈ അഭിനന്ദിനെ കാണാതാകുന്നത്. ഇതിന് തലേ ദിവസം, അതായത് മാർച്ച് 17-ാം തീയതി കപ്പലിനുള്ളിൽ വെച്ച് ഒരു സംഘർഷം ഉണ്ടാവുകയും ഈ ചെറുപ്പക്കാരൻ, 22 വയസ്സ് മാത്രം പ്രായമുള്ള ചെറുപ്പക്കാരന്റെ തലയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട് സുഹൃത്തുക്കളെ വിളിച്ച് വിവരം അറിയിക്കുകയും അമ്മയെ വിളിച്ച് വിവരം അറിയിക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ആളാകെ അസ്വസ്ഥനായിരുന്നു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. നേരത്തെ ഈ കേസ് കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തു. ഇതിനുശേഷം ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു. ഇതിനുശേഷം ആരോപണ വിധേയനായ ആഷിഖ് എന്നയാളെ ക്രൈംബ്രാഞ്ച് സംഘം കൊല്ലത്തെത്തിച്ച് ചോദ്യം ചെയ്തെങ്കിലും മറ്റ് തെളിവുകളൊന്നും കണ്ടെത്താത്ത സാഹചര്യത്തിൽ വിട്ടയക്കുകയായിരുന്നു. പിന്നീടാണ് ഈ കുടുംബം നിയമപോരാട്ടത്തിലൂടെ CBI അന്വേഷണത്തിലേക്ക് എത്തുന്നത്. എന്തായാലും CBI കേസിൽ ഇപ്പോൾ പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ വീണ്ടും ഈ കപ്പൽ ജീവനക്കാരെ ചോദ്യം ചെയ്യാൻ സാധ്യതയുണ്ട്. കപ്പൽ ജീവനക്കാർ പറയുന്നതിൽ അടിമുടി ദുരൂഹതയുണ്ട് എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. എന്തായാലും ഈ ചെറുപ്പക്കാരനെ കപ്പൽ വെച്ച് അപായപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് ഈ കുടുംബമുള്ളത്. എന്തായാലും CBI നിലവിൽ ഈ കപ്പൽ കമ്പനിക്ക് ഉടൻ നോട്ടീസ് അയക്കും. തിരുവനന്തപുരം യൂണിറ്റാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഉടൻ നോട്ടീസ് അയപ്പിച്ച ഇതിലെ ജീവനക്കാരെ വിളിച്ചു വരുത്തി ഈ സംഭവത്തെ വിശദമായ വിവരങ്ങൾ അന്വേഷിക്കുമെന്നാണ് നിലവിൽ അറിയാൻ കഴിയുന്നത്. സനീഷ്, ശരി, നന്ദി ഷമീർ. വിവരങ്ങൾക്ക് ഏതായാലും CBI അന്വേഷണം ഏറ്റെടുത്തു എന്നത് ആ നിലക്ക് ആശ്വാസകരമായ ഒരു കാര്യമാണ് ആ കുടുംബത്തിന്.